ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ മക്ഡൊണാൾഡ്സിൽ പോയായിരുന്നു കേട്ടോ. പിള്ളേർ ഞങ്ങളെല്ലാവരുടെ ഫാമിലി ആയിട്ട് മക്ഡൊണാൾഡ്സിൽ പോയപ്പം ജസ്റ്റ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ഓർഡർ ചെയ്തതിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണം ഓർഡർ ചെയ്തോ അത്രയും പേർക്കുള്ള ഒരു ആക്ടിവിറ്റി ബുക്ക് നമുക്ക് കിട്ടി കേട്ടോ. ഇത് മാത്രമല്ല, ധാരാളം കൈ നിറച്ച് പിള്ളേർക്ക് ഇഷ്ടം പോലെ ബുക്സ് ആക്ടിവിറ്റി ചെയ്യാവുന്ന കുറേ ഐറ്റംസ് കിട്ടി. പക്ഷെ ഞാൻ പിള്ളേരെല്ലാവരും ചെയ്തു എടുത്തു. ഞാനപ്പം ഒരെണ്ണം മാത്രം മാറ്റി വെച്ച് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇത് പിള്ളേർക്ക് കൊടുക്കാം ചെയ്യാനായിട്ട് എന്ന് വിചാരിച്ച് ഒരെണ്ണം മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ 5 പേർക്ക് ഫുഡ് ഓർഡർ ചെയ്ത് 5 എണ്ണം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ആദ്യമേ തന്നെ ഒരു നമ്മുടെ കൈയൊക്കെ നന്നായിട്ടൊന്ന് ഇതാകാൻ വേണ്ടിയുള്ള ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതായത് ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ആ എയ്റോപ്ലെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള എല്ലാം ഡയറക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ കിടക്കുന്നു ഇതിനകത്ത് പറയുന്നത് അവർ കാണിച്ചിരിക്കുന്നത് എയ്റോപ്ലെയിൻ എന്നല്ല, ഇത് കാണുന്ന അത് ചിത്രത്തിൽ നോക്കി നമ്മളിത് ചെയ്യത്തില്ലേ, എന്നാ പറയുന്നത്, ചിത്രം, അതായത് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 2 ചിത്രം തന്നിട്ടുണ്ട്, അതിനകത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഒരു കോളത്തിൽ നമ്മുടെ അംബീഷനായിട്ടുള്ളൊരു കാറല്ല, ഏത് വണ്ടിയാണോ നിങ്ങൾക്ക് വേണ്ടത് വരയ്ക്കുക. പിന്നെ മാച്ചിങ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴി കാണിച്ചു കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഒരു ചെറിയ ബുക്കിനകത്ത് എന്തോരം ആക്ടിവിറ്റിയാണ് നിങ്ങൾ നോക്കിക്കും. അതുപോലെ വേർഡ്സ് കണ്ടുപിടിക്കുക. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്കിത് ചെയ്യുന്നത് ഭയങ്കര ആരോടത്ത് ഞാൻ മാറ്റി വെച്ച ബുക്കാണ്. പക്ഷേ പിള്ളേർ തന്നില്ല. പിന്നെ ഡോട്ടിട്ട് കൂട്ടുമുട്ടി അതെന്താണെന്ന് കണ്ടുപിടിക്കുന്ന സംഭവം, എന്നിട്ട് അതിനെ കളറടിക്കുക, അങ്ങനത്തെയൊക്കെ ഒരുപാട് ഫണ്ണായിട്ടുള്ളത്, ഒരുപാട് പിള്ളേർക്ക് ഇഷ്ടമായിട്ട് പിള്ളേരെ കുറച്ച് നേരം പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ബുക്കായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുള്ള വണ്ടികളെല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു 8 വണ്ടിയുണ്ട്. അത് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പിക്ചറിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇച്ചിരി അറിയാവുന്ന കുട്ടികൾക്ക് ഇച്ചിരി പെട്ടെന്ന് കിട്ടും. പക്ഷേ അറിയത്തില്ലാത്ത ചെറിയ പിള്ളേരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇതില്ല. അതുപോലെ ഇതും മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ഒരേപോലത്തെ ബസ്സുകൾ മാച്ച് ചെയ്തെടുക്കുക, അതാണിത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് അതായത് അതായത് എയറിൽ കൂടെ പോണ കുറച്ച് വണ്ടിയും റോഡിൽ കൂടെ പോകണം കാണിച്ചിട്ട്, ഒരെണ്ണം മാത്രമേ റോഡിൽ കൂടെ പോകണുള്ളൂ, ബാക്കിയെല്ലാം എയറിൽ കൂടെ പോകണം. അപ്പോൾ അത് എയറിൽ കൂടെ പോകാത്ത വണ്ടി ഏതാണോ അത് കണ്ടുപിടിക്കുക, അതായിരുന്നു അതിനകത്ത് പറയുന്നത്. അപ്പം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാണ് പിള്ളേർ ചെയ്ത ഈ ആക്ടിവിറ്റി. ഒരു ബുക്കിൽ തന്നെ ഇഷ്ടം പോലെ ഉള്ളപ്പം പിന്നെ നമ്മൾ വേറെ വല്ലതും നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ അവസാനം തന്നെ അതിനകത്ത് എല്ലാത്തിൻ്റെയും ആൻസറും തന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് ഞാനതൊക്കെ ശ്രദ്ധിച്ചത്. അതിന് മുമ്പ് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അവർ തന്നേക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ബസ്സുണ്ട്. ബസ്സിനെ നമുക്ക് ഈ കിടന്ന പിക്ചർ, ഈ പടം എല്ലാം എടുത്ത് ഒട്ടിച്ച് ഭംഗിയാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനെ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ബസ്സിന് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ ബസ് നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ. ഇത് കഴിഞ്ഞ് എൻ്റെ മകൻ ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ പ്ലെയിൻ ബസ് നല്ല ഭംഗിയാക്കി അതിൻ്റേതായ പൊസിഷനിലെല്ലാം വെച്ച് ചെയ്യാനായിട്ട് ഇതൊക്കെ പിള്ളേരുടെ ഒരു ബ്രെയിൻ വർക്കിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയ പേപ്പറോ ബുക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആക്ടിവിറ്റികളൊക്കെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഈ ഒരു ചെറിയ ബുക്കിനകത്ത് നമ്മൾ ഫുഡ് കഴിച്ചു എന്നുള്ളതല്ല, മക്ഡൊണാൾഡ്സിൽ കയറി ഫുഡ് കഴിച്ചു ഭയങ്കര ഹാപ്പി. അതിൽ കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു ബുക്ക് കിട്ടിയപ്പോഴത്തേനും ഭയങ്കരമായിരുന്നു. പിള്ളേർ ഭയങ്കര. അപ്പോൾ അതുപോലെ തന്നെ കുറേ വേറെ ആക്ടിവിറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വീട്ടിൽ വന്നിട്ട് അതെല്ലാം അലങ്കോലമായി കിടന്നുകൊണ്ട് ഞാനത് ഉണ്ടാക്കി എല്ലാം കളഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് ചെയ്യാനുള്ള പെൻസിലും കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർ. അതാണ് രസം. അപ്പോൾ രണ്ടാമത്തെ മോനും ഇളയത് മോനോട് ഒന്നിന്ന് ഉണ്ടാക്കുന്ന കേട്ടോ ഓരോന്ന്. അപ്പം രണ്ടാമത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ ഓനുണ്ടാക്കിയ എയറോപ്ലെയിനാണത്. അപ്പോൾ എയറോപ്ലെയിൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ട് കാർഡ്ബോർഡിന് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് അതേ പൊസിഷന് വെച്ച് ഒരു എയറോപ്ലെയിൻ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഉണ്ടാക്കുന്ന ഇളയവനെ ഉണ്ടാക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ലായിരുന്നു, അവനൊന്നും വന്നില്ല. പിന്നെ രണ്ടാമത്തം തന്നെയായിട്ട് ഇതെല്ലാം ചെയ്യുന്നു, വായിച്ച് അവൻ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. പിള്ളേർക്ക് ഒരു ഹാപ്പി, അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാനും അവരുടെ ആ എബിലിറ്റി ഇമ്പ്രൂവ് ആക്കാനൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ബുക്ക് കിട്ടിയതോടുകൂടി വളരെ ഹാപ്പി ആയത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഈ ഒരു കുഞ്ഞു ബുക്കിനകത്ത് എന്തെല്ലാം കാര്യങ്ങളല്ലേ
നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ബസ് ഇപ്പം നോക്കിക്കേ, ആ സ്റ്റിക്കറെല്ലാം വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബസ് ഫുള്ള് അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആ ബസ് ആദ്യം കാണിച്ചപ്പോൾ നോക്കിയിരിക്കാനും പ്ലെയിൻ ആയിട്ടിരുന്ന ബസ്സിനെ ഇപ്പം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.